സുപ്രീം കോടതി വിധി പശ്ചാത്തലത്തിൽ കേറ്ററ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തി. അധ്യാപകരുടെ ആശങ്ക പരിഹരിക്കണമെന്ന് അധ്യാപക സംഘടനയായ KSTA പത്തനംതിട്ട ജില്ലാ സമ്മേളന വേദിയിലാണ് നേതാക്കൾ ആവശ്യമുന്നയിച്ചത്. അധ്യാപകരുടെ അവകാശ പോരാട്ടങ്ങളിൽ നിതാന്തമായി സംസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രമുഖ സംഘടനയാണ് KSTA. അതിന്റെ കോട്ടയത്ത് നടത്തുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനം കോന്നിയിൽ പ്രമാടത്ത് നേതാജി സ്കൂളിൽ ഇപ്പോൾ നടക്കുന്നത്. ഈ ജില്ലാ സമ്മേളനം നടക്കുന്ന ഇന്നാണ് അധ്യാപകരെ ഏറെ ആശങ്കയിലാക്കിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് വന്നിട്ടുള്ളത്. കേറ്ററ്റ് ഇപ്പോൾ നമ്മളോടൊപ്പം KSTയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ചേരുന്നുണ്ട്. സാറേ, എങ്ങനെയാണ് ഈ അധ്യാപക സമൂഹം ഇപ്പോൾ ഈ ഉത്തരവിനെ കാണുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ അധ്യാപകരെ ആകെ ആശങ്കയിലാക്കി ഇറക്കിയ ഒരു ഉത്തരവല്ല കേറ്ററ്റുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ പുതിയ ഉത്തരവ്. 2025 സെപ്റ്റംബർ മാസം 1-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ചിന്റെ വിധിയെ തുടർന്ന് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ രംഗത്ത് രൂപപ്പെട്ട പുതിയ പ്രതിസന്ധി, ആ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി നിതാന്തമായി ജാഗ്രത പുലർത്തിയിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് ലഭിച്ച അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം, ആ നിയമോപദേശത്തെ തുടർന്ന് ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവ്, ആ ഉത്തരവ് അധ്യാപക പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒന്നല്ല. നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പൊ സെറ്റ് അല്ലെങ്കിൽ MPhil, PhD ഈ വിദ്യാർത്ഥികളും ഈ ടെക്സ്റ്റ് ഇപ്പൊ പാസ്സാകണം എന്നുള്ളതാണ്. പിന്നെ പ്രൊമോഷന് ഇനി 5 വർഷം വിരമിക്കാനുള്ള അധ്യാപകർ, അങ്ങനെ മൊത്തത്തിലുള്ള അതിനുള്ള ഒരു പരിഹാരം. ഇത് 2-3 പ്രശ്നങ്ങൾ ഇതിനകത്ത് നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ കാണണം. ഒന്ന്, വിദ്യാഭ്യാസം എന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെട്ട വിഷയമായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രധാനമന്ത്രിയാണ്, ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും വിദ്യാഭ്യാസം എന്ന വിഷയത്തെ കൺകറന്റ് ലിസ്റ്റിന്റെ ഭാഗമാക്കി മാറ്റിയത്. അതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും അധികാരം പങ്കിടുന്നത് സംബന്ധിച്ചുള്ള മേൽക്കൈ കേന്ദ്ര ഗവൺമെന്റിന് വിദ്യാഭ്യാസ വിഷയങ്ങളിൽ വന്നു. അതാണ് ഇതിന്റെ ബേസായി നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ 2-3 ടേമായി രാജ്യത്ത് ഭരണം നടത്തുന്ന സംഘപരിവാർ നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദി നയിക്കുന്ന NDA ഗവൺമെന്റ്, ആ ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ തെറ്റായ ആശയങ്ങൾ പുലർത്താനുള്ള ഒരു മികച്ച കേന്ദ്രമായി വിദ്യാഭ്യാസ മേഖലയെ കാണുന്നു എന്നുള്ളതാണ്. നിലവിൽ സ്വാഭാവികമായും കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമായതുകൊണ്ട് സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് പരിധിയുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ, പ്രശ്നം വന്നത് സുപ്രീം കോടതിയുടെ മുമ്പാകെയാണ്. വിവിധങ്ങളായ കേസുകളിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ നിലവിലുള്ള നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ തത്വങ്ങളും സാമാന്യ നീതികളുമെല്ലാം വെച്ച് സുപ്രീം കോടതിയുടെ വിധികളെ നാം പുറത്ത് എതിർക്കേണ്ട ഒന്നല്ല. എക്സെപ്റ്റ് ഇൻ ദ ടൈം ഓഫ് ഇംപീച്ച്മെന്റ്, പാർലമെന്റിൽ നടക്കുന്ന അനിതര സാധാരണമായ പുറത്താക്കൽ നടപടികളുടെ തുടക്കം എന്ന നിലയ്ക്കല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യാറില്ല. പക്ഷെ ഇവിടെ പ്രശ്നം 2009 1-ാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണയോടുകൂടി രാജ്യത്ത് അധികാരത്തിലിടുന്ന 1-ാം UPA ഗവൺമെന്റ് അതിന്റെ പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമുണ്ട്, വിവരാവകാശ നിയമമുണ്ട്, വനാവകാശ നിയമമുണ്ട്, വിദ്യാഭ്യാസാവകാശ നിയമമുണ്ട്. അതെല്ലാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ. അപ്പൊ അതിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് ദേശീയ വിദ്യാഭ്യാസ നിയമം. അല്ലെങ്കിൽ ഈ RTയുടെ ഭാഗമായി, റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഭാഗമായി നോക്കൂ, നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് അതിലെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ആർട്ടിക്കിൾ 21 ചേർത്ത് വെച്ചിരിക്കുന്നു റൈറ്റ് ടു എഡ്യൂക്കേഷൻ. 21A എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും. അതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം. അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന വിദ്യാഭ്യാസ അവകാശ നിയമത്തെ. അപ്പൊ ആ RTയുടെ ഭാഗമായി രാജ്യത്തെ ഗവൺമെന്റ് നിലവിൽ ചില പുതിയ നിർദ്ദേശങ്ങൾ കൂടി വെച്ചു. അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടിയുടെ അവകാശം എന്നതാണ്. അപ്പോൾ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടിക്ക് ഉറപ്പുവരുത്തണം എന്ന കാര്യത്തിൽ ഒരു സംഘടനകൾക്കോ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കോ വ്യക്തികൾക്കോ ആർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായമില്ല. അത് ഉറപ്പുവരുത്താൻ വേണ്ടി ഇപ്പോൾ സ്വീകരിച്ച നിലപാടുകളിലാണ് ചില പ്രതിസന്ധികൾ രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി, ആ വിധി ഒന്നുകിൽ 2-അംഗ ബെഞ്ചിന്റെ വിധി ആയതുകൊണ്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള വിശാല ബെഞ്ച് അത് പുനഃപരിശോധിക്കണം. അതല്ലെങ്കിൽ രാജ്യത്ത് കേന്ദ്ര നിയമനിർമ്മാണം അനിവാര്യമാണ്. ആ കേന്ദ്ര നിയമനിർമ്മാണത്തിലൂടെ നിലവിൽ സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ചിന്റെ വിധി ആയതുകൊണ്ട് ഇതിനെ നമുക്ക് മറികടക്കാൻ വേണ്ടി കഴിയൂ. ഇവിടെ ചോദിച്ച ചോദ്യം സെറ്റ്, അതുപോലെ തന്നെ MPhil, PhD, M.Ed പോലുള്ള യോഗ്യതകൾ ഉള്ള ആളുകളെ എന്തുകൊണ്ട് ഇതിൽ ഒഴിവാക്കിയെന്ന. ഇവിടെ നമ്മൾ കാണേണ്ട വിഷയം റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ പരിധിയിൽ വരുന്നത് 1 മുതൽ 8 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്.
സ്വാഭാവികമായും ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടി രാജ്യത്ത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അതിന്റെ അക്കാഡമിക് അതോറിറ്റി എന്ന് പറയുന്നത് NCT ആണ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. ആ NCT ആണ് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളും മാർഗരേഖയും എല്ലാം പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ KTET എന്ന് പറയുന്ന 1, 2, 3 and 4 എന്ന സംവിധാനമെല്ലാം കൊണ്ടുവന്നത്. അപ്പോൾ 8 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാനുള്ള അധ്യാപകരുടെ യോഗ്യതയുടെ പരിധിയിൽ ഇത് വരില്ല എന്നത് തന്നെയാണ് അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ള നിയമോപദേശം. ഇവിടെ നമ്മൾ കാണേണ്ടത് അവസാനം ഇറക്കിയ ഉത്തരവിനെ സംബന്ധിച്ച് അതാകെ മോശമെന്ന് പറയാൻ KST ആഗ്രഹിക്കുന്നില്ല. 20 സൂചനകൾ വെച്ചുകൊണ്ടാണ് ആ സർക്കുലർ ഇറങ്ങിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ സൂചന എന്ന് പറയുന്നത് 2012 അന്ന് കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന വലതുപക്ഷം ഇറക്കിയ ഒരു ഉത്തരവാണ്. ബാക്കി 19 എണ്ണവും ഈ സംസ്ഥാനത്തെ അധ്യാപകരെ സംരക്ഷിക്കാനും വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്താനും അവരുടെ ആശങ്കകൾ അകറ്റാനും എല്ലാം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇറക്കിയ 19 ഉത്തരവുകളാണ്. അതിലാണ് നിലവിലൊരു ഇളവ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെയാണ് MPhil, PhD, സെറ്റ് അല്ലെങ്കിൽ MEd ഉള്ള ആളുകളെ ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി, അതായത് അവർക്ക് പ്രയാസങ്ങളില്ലാതെ ജോലി തുറന്നു പോകാൻ അവസരമൊരുക്കിയത്. പക്ഷേ സുപ്രീം കോടതി വിധി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അഡ്വക്കേറ്റ് ജനറലാണ് ഇത് സംബന്ധിച്ച നിയമോപദേശം വകുപ്പിനും മന്ത്രിക്കും ഒക്കെ കൊടുക്കേണ്ടത്. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം വരുമ്പോൾ സുപ്രീം കോടതിയുടെ വിധി ആയതുകൊണ്ട് അതിനെ മറികടക്കാൻ ഗവൺമെന്റിന് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നിയമത്തിന്റെ എല്ലാ നൂലാമാലയും പിടിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല ഇത്. കാരണം ഓൾറെഡി സർവീസിൽ പ്രവേശിപ്പിക്കപ്പെട്ട അധ്യാപകർ, നമ്മുടെ രാജ്യത്ത് നിലവിലൊരു നിയമമുണ്ടല്ലോ, നമ്മളൊരു സർവീസിനകത്ത് പ്രവേശിക്കുന്നത് വെറുതെയല്ല, അതാത് കാലയളവിൽ നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ എന്താണോ അധ്യാപകരുടെ യോഗ്യത, ആ യോഗ്യത പൂർത്തീകരിക്കപ്പെട്ട ആളുകളാണെന്ന് സർവീസിൽ പ്രവർത്തിക്കുന്നവർ, ഗവൺമെന്റ് സെക്ടറിലായാലും എയ്ഡഡ് സെക്ടറിലായാലും സർവീസിൽ പ്രവേശിച്ച് 1-2 വർഷം കഴിഞ്ഞ് അല്ലെ കുറച്ച് വർഷം കഴിഞ്ഞ് ഈ യോഗ്യത പോരാ, മറ്റൊരു യോഗ്യത കൂടി വരണമെന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല. അപ്പൊ ഇതിനെ നമ്മൾ സംശയിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പോ ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തുന്നു, പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള ഊഹക്കച്ചവടത്തിന്റെ മേഖല, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള സർവീസ് മേഖലയിലേക്ക് തുറക്കുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ കൂടി കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ രാജ്യത്തെ ഭരണകൂടം എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഇന്ന് ഭരണഘടനാപരമായ ന്യൂനപക്ഷ പദവി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ ഞെരിക്കാനും ഇല്ലാതാക്കാനും ആ അവകാശമെല്ലാം ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരുതരം ഗൂഢാലോചനയുടെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലുള്ള ചില ഉത്തരവുകൾ ഇറക്കുന്നത്. സ്വാഭാവികമായും ഇത് സംബന്ധിച്ച് ഇതിന്റെ പ്രധാനപ്പെട്ട പൊതുവിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ശക്തമായ കേന്ദ്രം എന്ന് പറയുന്നത് കേരളത്തിൽ നമുക്കറിയാം രാജ്യത്തെ കേരളം തന്നെയാണ്. അപ്പൊ കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന രാജ്യസഭയുടെ അഭിപ്രായങ്ങൾ ഒന്നും ചോദിക്കാതെ, രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യാതെ, വിദ്യാഭ്യാസ വിചക്ഷണരുമായി കൂടിയാലോചിക്കാതെ, അധ്യാപക സംഘടനകൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ഇങ്ങനെ ഇവരൊന്നുമായി കൂടിയാലോചിക്കാതെയാണ് രാജ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അതിൽ ഉള്ള കടുത്ത അഭിപ്രായ വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര നിയമനിർമ്മാണം അല്ലാതെ ഇതിന് മറ്റു പോംവഴിയില്ല. കേരളത്തിലെ ഗവൺമെന്റ് ഏതാണ്ട് 5000 കോടി രൂപയിലധികം നിക്ഷേപം നടത്തി ഭൗതിക പശ്ചാത്തല അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ വ്യാപകമായിട്ടുള്ള, അതായത് രാജ്യത്താകെ നടക്കുന്ന PSC നിയമനത്തിന്റെ 60% ഒക്കെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നു. അപ്പോൾ കണ്ണിലെ കൃഷ്ണമണി പോലെ മതനിരപേക്ഷ ജനാധിപത്യ ഉള്ളടക്കമുള്ള അക്കാദമിക മികവുള്ള ഒരു വൈജ്ഞാനിക നവകേരളം സൃഷ്ടിക്കാനുള്ള ശ്രമം കേരളത്തിലെ ഗവൺമെന്റ് നടപ്പാക്കുമ്പോൾ അതിനെ വേഗത കുറയ്ക്കാൻ ഉള്ള ഒരു പ്രവർത്തനമായി കൂടി ഇത്തരം നിയമങ്ങളെ സങ്കുചിതമായി വ്യാഖ്യാനിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നു. കേന്ദ്ര നിയമനിർമ്മാണമല്ലാതെ മറ്റു പോംവഴി ഇതിന്റെ മുമ്പിലില്ല. അതുകൊണ്ടാണ് ജോയിന്റ് പ്ലാറ്റ്ഫോം അധ്യാപക സംഘടനകളുടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഇത് സംബന്ധിച്ച പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത്. അങ്ങനെ കേന്ദ്ര സർക്കാർ ഈ അധ്യാപകരുടെ ഈ ആവശ്യങ്ങൾ പരിഗണിക്കാൻ നിയമനിർമ്മാണം ഉടൻ തന്നെ നടപ്പിലാക്കണമെന്നാണ് KSTയുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.